അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ചിട്ടോ. മേക്കപ്പ് ഏകദേശം ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ആഗ്രഹം കാണും മേക്കപ്പ് ചെയ്യാനൊക്കെ. പക്ഷെ എന്തൊക്കെ വാങ്ങിക്കണോ ഏതൊക്കെ വാങ്ങിക്കണം എന്നൊരു ഐഡിയ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ബിഗിനറാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിപ്പോഴും ഒരു ബിഗിനറാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ വേണം. അലോവേറ ജെല്ല് വാങ്ങായിരിക്കും നല്ലത്. എന്നാൽ മോയ്സ്ചറൈസർ നമുക്ക് പ്രൈമറായിട്ട് അത് യൂസ് ചെയ്യാം. കുറേ പ്രോഡക്റ്റ്സ് വാങ്ങാനൊന്നും പൈസ ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു അലോവേറ വാങ്ങാം. അലോവേറിന്റെ ജെല്ല് വാങ്ങിയാൽ മതി. അതിപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാനില്ല. ഞാനിവിടെ ഒടുങ്ങി പിക്ക് സൈഡിലൊടുങ്ങി കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഫൗണ്ടേഷനോ BB ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നതാ ഫിറ്റ്മീൻ്റെ ഈ ഒരു ഇതെന്താണിപ്പോൾ സൺസ്ക്രീമും അതേപോലെ ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് വരുന്നൊരു സംഭവമായിട്ടത്. ഇത് വാങ്ങിച്ചാൽ മതി. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. അതിന് ഇപ്പോൾ റേറ്റ് 100ന്റെ താഴെയാണ് നമുക്ക് തോന്നണം. എനിക്ക് ഓർമ്മയില്ല. കുറച്ചായി വാങ്ങിച്ചിട്ട്. ഇതിന്റെ 2 ഷെയ്ഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. കറക്റ്റ് ഷെയ്ഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ചില ഫൗണ്ടേഷനൊക്കെ വാങ്ങുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് കിട്ടില്ല. എന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും പൊടിയായിട്ട്. ഞാൻ വിചാരിച്ച് 2 ഷെയ്ഡ് വാങ്ങിച്ചത് കണ്ടോ. ഒന്ന് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്, ഒന്ന് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാതിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ സൺസ്ക്രീമും ഉണ്ട്, അതേപോലെ ഫൗണ്ടേഷനും കൂടിയുള്ള ഹൈ പ്രൊട്ടക്ഷനൊക്കെ എഴുതിയാണ്. അപ്പോൾ അത് രണ്ടും കൂടി അടങ്ങിയൊരു സംഭവമാണ്. ഇത് വാങ്ങിച്ചാൽ മതി. ഇത് ഫ്ലിപ്കാർട്ടിലും വെള്ളത്തിലും കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഷെയ്ഡ് കറക്റ്റ് അറിയുമെന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് തന്നെ വാങ്ങിച്ചാൽ മതി. ഞാൻ അപ്പോൾ ഇത് രണ്ടും വാങ്ങിയിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ ഇത് തന്നെയാണ്. മിക്സിങ്ങും വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോവേറ വാങ്ങാം. അത് കഴിഞ്ഞിട്ട് ഫിറ്റ്മീൻ്റെ ഈ ഒരു ഇതിനെന്താ പറയുക ഫൗണ്ടേഷനാണ് തോന്നുന്നുണ്ട്. 2-in-1 ഫൗണ്ടേഷൻ എന്നാ പറയാൻ തോന്നുന്നുണ്ട്. അത് വാങ്ങാം. പിന്നെ എക്സ്ട്രാ സൺസ്ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തത് വാങ്ങിയാൽ മതി. ഇത് ലാക്മേന്റെ സൺസ്ക്രീമാണ്. ഇത് വലിയ റേറ്റ് അത് ചെറുതാണ് കേട്ടോ. ഇതിന്റെ കുഞ്ഞൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. എത്ര റേറ്റ് ഒന്നും ഓർമ്മയില്ല. കുറെ ആയി വാങ്ങിയിട്ട്. അപ്പൊ ഇത് സൺസ്ക്രീം എക്സ്ട്രാ വാങ്ങണം എന്നുള്ളവർക്ക് ഇത് വാങ്ങാം. അല്ലാഞ്ഞാൽ ഇതന്നെ മതി. ഇതിൽ സൺസ്ക്രീമും ഉണ്ട്, ഫൗണ്ടേഷനാണ്. അപ്പൊ ഇതിടുക. പിന്നെ കോമ്പാക്ട് വേണമെന്നുള്ളവർക്ക് ഡാസിലറിന്റെ കോമ്പാക്ട് വാങ്ങിയാൽ മതി. അത്ര നല്ല അടിപൊളി കോമ്പാക്ട് ഒന്നുമില്ല, പക്ഷെ ഒരു ബിഗിനറിന് ഇത് ഓക്കെ ആയിരിക്കും. ഏതായാലും ഇത് വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇത് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ സാധാ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മിക്ക സമയത്തും അങ്ങനെ ചെയ്യല്. പിന്നെ ഇത് കണ്ടാൽ ഇത് യൂസ് ചെയ്യും. പിന്നെ ഇതാവുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിലൊരു മിററൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട്. ഇതും ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകല്. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് കയ്യിൽ വെക്കാം. അതിൽ മിററുള്ളതുകൊണ്ട് നോക്കാം. ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്യണം, അതേമാതിരി കണ്ണെഴുതണം. അതിനെ മുടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് വാങ്ങിയാൽ മതി. ഡാസിലറിന്റെ ഒരു ഐലൈനർ വാങ്ങിയാൽ ഇതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വാങ്ങിയാൽ മതി. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിന്റെ 2 സൈസിന്റെ കൈക്കിലുണ്ട്. ഇതിന്റെ കുഞ്ഞതാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് അല്ല തോന്നുന്നുണ്ട്. കണ്ട ഇതിന്റെ 2 സൈസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോസ് സെറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ കണ്ണെഴുതാൻ പറ്റും. അങ്ങനെ കുറെ യൂസ് ഇതുണ്ട് കേട്ടോ. പിന്നെ മസ്കാറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്യല്. പിന്നെ ലിപ്സ്റ്റിക്കും ഡാസിലറിന്റെ ഈ ലിപ്സ്റ്റിക്ക് ഇതിനും വലിയ റേറ്റില്ല. അതും 100 rupeesന് താഴെയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ മതി. ഇതുകൊണ്ട് നമുക്ക് ബ്ലഷും ചെയ്യാം, ഐ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം, അതേമാതിരി ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി ഒരു ബിഗിനറാണെങ്കിൽ. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇത്ര പ്രോഡക്റ്റ്സ് മതി. കണ്ടമാനം പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട. ഞാൻ മിക്ക ടൈമിൽ ഇങ്ങനെ തന്നെ മേക്കപ്പ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതിനോട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് ഇനി കാണിച്ചു തരാം. എന്താ ഞാൻ ബിഗിനേഴ്സിന് വേണ്ട മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചിരുന്നില്ലേ. ഇനി ഇതിൽ ലിപ്സ്റ്റിക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ, വാട്ടർ പ്രൂഫ് അല്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. ഈ ഡാസിലറിന്റെ ലിപ്സ്റ്റിക്ക് വേഗം പോവും, ഇടയ്ക്ക് ഇടേണ്ടിയിരുന്നു, പക്ഷെ നല്ല കളറാണ്. ഇനി കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ വേറൊരു വീഡിയോ ഇട്ടാണ്, ഒരു 3 ലിപ്സ്റ്റിക്കിന്റെ കോംബോ ഉള്ളൊരു വീഡിയോ ഇട്ടാണ്. അപ്പൊ അത് വാങ്ങിച്ചാൽ മതി. നല്ല ലിപ്സ്റ്റിക്, അത് മിക്ക ആൾക്കാർക്കും സ്യൂട്ടായി പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അതിൽ റെഡും ഉണ്ട്, ഒരു മെറൂൺ ടൈപ്പ് ഷെയ്ഡ്, പിന്നെ ഒരു പിങ്ക് ടൈപ്പ് ഷെയ്ഡാണ് അതിലുള്ളത്. അപ്പോ അത് മിക്ക ആൾക്കാർക്കും നല്ല മാച്ചായി പോകുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി. കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിനെക്കാട്ടിയൊക്കെ കുറേ ടൈം നിൽക്കൂട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ലിപ്സ്റ്റിക്ക് വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇനി ഇതുകൊണ്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ അലോവേറ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി മേക്കപ്പ് ഉണ്ട്, പൗഡറൊക്കെ ഉണ്ട് മുഖത്ത്, ഞാൻ ഓൾറെഡി ചെയ്ത് കേട്ടത്. എനിക്ക് ഫേസ് പോയി കഴിക്കാനൊന്നും വയ്യ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറൊന്നും ഇടുന്നില്ല. അപ്പോൾ അലോവേറ ഉള്ളതിൽ അത് ഇടുക. ഫസ്റ്റ് അലോവേറ ഇടുക, എന്നിട്ട് പിന്നെ ഈ ഫിറ്റ്മീൻ്റെ ഈ ഫൗണ്ടേഷൻ എടുക്കുക. കുറച്ചെടുത്താൽ മതി. ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്രഷൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ബ്രഷൊക്കെ അടുത്ത് ബ്രഷൊക്കെ ഉണ്ട്, ഞാനത് യൂസ് ചെയ്യലൊന്നുമില്ല, ഇതൊക്കെ മടിയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒരു മൂഡ് വന്നാൽ ചിലപ്പോൾ ബ്രഷൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇതിടുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ കോമ്പാക്ട് എടുക്കുക, തുറക്കുക, ഈ കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ വേർക്കുന്ന ഏരിയയിലൊക്കെ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എല്ലാവർക്കും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാ, കയറി കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ലൈനർ എടുക്കുക, എന്നിട്ട് അതിൽ നോക്കിയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആദ്യം നോക്കിയെടുക്കട്ടെ. ഐബ്രോസ് എങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യാൻ അപ്പോൾ ആക്കിന്, അതുകൊണ്ട് ഇപ്പം വലിയ വ്യത്യാസം കാണില്ല. ഇതെടുത്തിട്ട് ഇങ്ങനെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളാട്ടോ. ഇതിന് വേറെ പ്രോഡക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മിക്ക ടൈമിൽ ഇങ്ങനെ ചെയ്യല്. ഐബ്രോ സെറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ണ് എഴുതാൻ പറ്റും. അപ്പൊ ഏറെക്കുറെ ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണെഴുതിക്കണ്. കണ്ണ ഇനി ഇതിനോട് എങ്ങനെ മസ്കാറായിട്ട് ഇത് യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. മസ്കാറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഇതെങ്ങനെ മസ്കാറാക്കാൻ നോക്കുക. ആദ്യം ഇങ്ങനെ എടുക്കുക, അതിങ്ങനെ കുറച്ച് ആക്കുക. ഓവറായിട്ട് ടൈം ഉണ്ടായതിട്ടോ. എന്നിട്ട് പ്രോഡക്റ്റ് കണ്ടമാനെടുക്കാതെ എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ആക്കി. ഉടായ്പായിട്ട് നമ്മള് മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക്, അത് വെച്ചിട്ട് നമുക്ക് ഐഷോഡോ ചെയ്യണം. കുറെ പരിപാടി ഉണ്ടല്ല. ലിപ്സ്റ്റിക്ക് എടുക്കുക. അത്യാവശ്യം ലിപ്സ്റ്റിക്കൊക്കെ എൻ്റെ ചുണ്ടമ്മ ഉണ്ട്, എന്നാലും കാട്ടിത്തരാൻ വേണ്ടി ഞാൻ ഇട്ടുതരാം. കുറച്ചെടുത്താൽ മതിട്ടൊക്കെ, കുറേ തേക്കണ്ട.
എന്നിട്ട് കാട്ടി തരില്ല ലിപ്സ്റ്റിക് ഇടുക. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കുക. എന്നിട്ട് വേഗം തന്നെ ബ്ലെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബ്ലഷ് റെഡി. കാണുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര പ്രകാശമാണ് അവിടുന്ന്. ലൈറ്റ് കിട്ടാൻ വേണ്ടി, കുറച്ച് ലൈറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നത്. അപ്പോൾ ഓവർ പ്രകാശമായ സംശയമുണ്ട്, കാണില്ല. ഇനി ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം. അതങ്ങനെ ആക്കുക. ഈ ഷെയ്ഡ് ഇടുമ്പോൾ താഴെയും കുറച്ചിടണം കേട്ടോ, അവിടെ അങ്ങനെ, എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പ്രോഡക്ട്സ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുക. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയൂല. ഭയങ്കര ലൈറ്റ് അടിച്ചിട്ട് കാണില്ല, എനിക്ക് നേർക്ക് കാണില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഇത്രയൊക്കെ പ്രോഡക്ട്സ് ഉള്ളൂ. ഞാനൊരു ബിഗിനറാണ്. അപ്പം അതൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. കണ്ടമാനം പ്രോഡക്ട്സിൻ്റെ കൈക്കലില്ല. അപ്പോൾ ഭാവിയിൽ ഞാൻ വാങ്ങുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരണ്ട്. അപ്പോൾ ഒരു ബിഗിനറിന് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ എന്തൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.